ചെയ്യാൻ പാടുള്ളൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ശാസ്ത്രം പറയുന്നില്ലേ ഓരോ കർമ്മത്തെക്കുറിച്ച്? ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ഈ കർമ്മം ഇങ്ങനെ ചെയ്യുകയാണ് എൻ്റെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ കർമ്മം ഇങ്ങനെ ചെയ്യുകയുള്ളൂ. ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് കർമ്മത്തെക്കുറിച്ച് പറയുന്നത്. ശാസ്ത്രം എനിക്കറിയാം, പക്ഷെ ഞാൻ അങ്ങനെ ആ പറയുന്ന പോലെ ചെയ്യില്ല. സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ ഇച്ഛപ്രകാരം ഞാൻ ഈ കർമ്മത്തെ ചെയ്യുന്നു. ഇതിങ്ങനെ കർമ്മത്തെ സമീപിക്കുന്നതാണ് കാമ്യകർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ കർമ്മം ചെയ്ത് പതിച്ചു പോയ രണ്ടുപേരിൽ നമ്മുടെ ഉദാഹരണമുണ്ടല്ലോ, ആരൊക്കെയാണ്? ഈ തരത്തിൽ കാമ്യകർമ്മം ചെയ്തിട്ട് നശിച്ചു പോയ രണ്ട് ആളുകളുടെ പേര് പറയാമോ? അതൊക്കെ ദുര്യോധനൻ. ശാസ്ത്രം എല്ലാം അദ്ദേഹത്തിന് അറിയാം, വളരെ കൃത്യമായിട്ട് എല്ലാ ശാസ്ത്രങ്ങളും അറിയാം. രാവണൻ. രണ്ടും ഇതിഹാസത്തിന്റെ രണ്ട് പുരുഷന്മാരുടെ ഉദാഹരണങ്ങളാണ്, ദുര്യോധനനും രാവണനും.